അനധികൃതമായി മരങ്ങൾ മുറിച്ചു നീക്കുന്നതിനെതിരെ മരത്തിൽ കയറിയിരുന്ന വ്യത്യസ്ത സമരം. നഗരത്തിന് തണലേകിയിരുന്ന 13ഓളം മരങ്ങൾ മുന്നറിയിപ്പില്ലാതെ മുറിച്ചു നീക്കുന്നതിനെതിരെയാണ് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകർ പോലീസ് പരേഡ് ഗ്രൗണ്ടിന് സമീപത്തെ മഴമരത്തിൽ കയറിയിരുന്ന പ്രതിഷേധിച്ചത്. ട്രീ കമ്മിറ്റിയിൽ പോലും ചർച്ച ചെയ്യാതെ 13ഓളം മരങ്ങളാണ് നഗരസഭാ അധികൃതർ അവധി ദിനത്തിൻ്റെ മറവിൽ മുറിച്ചു നീക്കിയത്. ഇതിൽ പ്രതിഷേധിച്ചാണ് പരിസ്ഥിതി പ്രവർത്തകർ പ്രത്യക്ഷ സമരവുമായി രംഗത്തെത്തിയത്. പോലീസ് പരേഡ് ഗ്രൗണ്ടിന് സമീപമുള്ള മഴമരത്തിൽ കയറിയിരുന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ പ്രതിഷേധിച്ചത്. സമരം പ്രമുഖ വൃക്ഷവൈദ്യൻ പി ബിനു ഉദ്ഘാടനം ചെയ്തു. കേരള ചരിത്രത്തിൽ ആദ്യമായാണ് മരം മുറിക്കുന്നതിനെതിരെ ഇത്തരം വ്യത്യസ്തമായ സമരം നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. നഗരസഭാ സെക്രട്ടറിയുടെ നടപടിക്കെതിരെ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മരങ്ങൾ മുറിച്ചു നീക്കുന്നതിനെതിരെ തങ്ങൾ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കേരളത്തിലെ ഏറ്റവും ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പ് ഓസ്ട്രേലിയയിൽ വ്യാപകമായി മരം മുറിക്കുന്ന ഘട്ടത്തിൽ ഒരു വനിത 71 ദിവസം മരത്തിന് മുകളിൽ കയറി സമരം നടത്തുകയും അവസാനം ആ ഗവൺമെന്റ് ആയി ചർച്ച നടത്തുകയും മരം വെട്ട അവസാനിപ്പിക്കുകയും ചെയ്ത ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. അതിനുശേഷം ഈ കൊച്ചു കേരളത്തിലാണ് മരത്തിന് മുകളിൽ കയറിയുള്ള ഈ സമര പരിപാടി ഇന്നിവിടെ നടത്തുന്നത്. ചടങ്ങിൽ വെച്ച് നഗരത്തിൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച CP റോയിയെ ആദരിച്ചു. ജോസ് ചമ്പക്കര, ഗോപാലകൃഷ്ണൻ തപസ്യ, അഡ്വക്കേറ്റ് സന്തോഷ് കണ്ടഞ്ചറ, അജയ് നീലമ്പേരൂർ, AP തോമസ് തുടങ്ങിയവരും സംസാരിച്ചു. മരം മുറിക്കുന്നതിനെതിരെ സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് പരിപാടിക്ക് മുമ്പായി പരിസ്ഥിതി പ്രവർത്തകർ നഗരത്തിൽ പ്രകടനവും സംഘടിപ്പിച്ചു.